എന്തായാലും പഞ്ചാരി മേളം അതിൻ്റെ ഏറ്റവും അവസാനത്തെ കലാശത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തീരുകലാശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാരും ആളുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാവരും കൈകൾ ഉയർത്തി മേളത്തെ താളത്തെ ഒക്കെ ആസ്വദിക്കുകയാണ്. പൂരം അതിൻ്റെ ഒരു അത്യാവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. കളിമംഗല ശാസ്താവെത്തി വടക്കുന്നാഥ സന്നിധിയിലേക്ക് കൊട്ടിക്കലാശിച്ച് പൂരം സമാപിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു അത്യാവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഒരുപാട് ആവേശം നമുക്കിവിടെ കാണാൻ പറ്റും. വലിയ ചൂട് കൂടി ഈ പ്രശ്നം ചൂട് ഇത്തവണത്തെ പൂരത്തിന് ഒരു ചെറിയ വെല്ലുവിളിയാണ്. വിശരിയൊക്കെ എപ്പോ പോകുന്നു? കുറച്ച് രാവിലെ വന്നേ. പ്രവീൺ പുരുഷോത്തയുടെ കൂട്ടുകാരനാണ്. ഞാൻ ചോദിക്കുന്നത് എല്ലാ വർഷവും പൂരത്തിന് വരാറുണ്ടോ? അതെ മിക്കവാറും വരാറുണ്ട്. ഇത്തവണത്തെ പൂരത്തിന് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? നമ്മുടെ ഈ അപകടത്തിന്റെ വേദന ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ? ഇല്ല, വലുതായിട്ട് തോന്നുന്നില്ല. ആൾക്കാരുടെ ആ ഒരു ആരവവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. പിന്നെ വെടിക്കെട്ട് മാത്രമേ ഉള്ളൂ ഇല്ലാതെ, ബാക്കി എല്ലാം ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശരി, അല്ല മാറ്റമില്ലാതെ കാണുക എന്നുള്ളതാണ് പൂരപ്രേമിയുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആവേശവും ആഗ്രഹവും എന്ന് പറയുന്നത്. ഒരു മാറ്റവും ഉണ്ടാകരുത്, പൂരം എങ്ങനെയാണോ അങ്ങനെ അങ്ങ് കാണുക എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ ഒരു ആഗ്രഹം. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുമണി കയ്യിലൊരു ഫാനൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടിരുന്നു. ഒരു ബലൂണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അമ്മ. മൈക്കിലേക്കാണ് കൈ പോകുന്നത്. അർജുൻ വലിയ വെള്ളത്തിൽ നിൽക്കണ്ട, കുട്ടി പിടിച്ച് മാന്തും. ഇല്ല 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 അതാ അമ്മയുടെ കയ്യിലെ കുഞ്ഞിനെ കൃത്യമായ രീതിയിൽ ഈ പറയുന്ന ചൂടിൻ്റെ അതൊന്നും ഹാൻഡ് ഫാൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നവർ ഇത്തരത്തിൽ ചൂട് വലിയ രീതിയിൽ ബാധിക്കാത്ത. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സംഭവം നമ്മൾ ഫേമസ് ആക്കിയതാണ്. നമ്മുടെ ഡോക്ടർ അരുൺകുമാർ ഇത്തവണ പൂരത്തിന് വന്ന് ഷംഷാദ് ഇല്ല തിരിച്ചു കൊടുത്തു ഇല്ല തട്ടിപ്പറിച്ച് പോകുന്നില്ല. അതാ വെച്ചോട്ടാ. ഓക്കെ, നൈസായിട്ട് അത് അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു. നമ്മളൊരു ഇമ്പാക്ട് എന്ന നിലയ്ക്ക് അത് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പൂരത്തിന്റെ കാഴ്ചകളിൽ എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് അല്ലെ. ഇതാ ഒരു തിടമ്പേറ്റി ഒരു ഗജവീരൻ പോകുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇന്നലെയായിരുന്നു ആനകളുടെയൊക്കെ ഫിറ്റ്നസ് പരിശോധനകളൊക്കെ. ഫിറ്റ്നസും നീരാട്ടും ഒക്കെ കഴിഞ്ഞ് തിടമ്പേറ്റാനുള്ള അനുമതിയൊക്കെ വാങ്ങി ഘടകപൂരങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ഒക്കെ ഗജവീരന്മാർ എത്തുമ്പോൾ അവിടെയും ചമയങ്ങളൊന്നുമില്ലാതെയും കാണാൻ അഴകുള്ള ആനകളെ കാണാൻ അവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് നമുക്ക് കണ്ടു. നമ്മുടെ നാട്ടിൽ ആനകൾക്ക് ഫാൻസിന് ഒരു കുറവുമില്ല കേട്ടോ. അത് എറണാകുളം ശിവസുന്ദറാണ് എങ്കിലും, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണെങ്കിലും, പാമ്പാടി രാജനാണ് എങ്കിലും, ഇനി കാളിദാസനാണെങ്കിലും, ചിറക്കൽ കാളിദാസൻ എന്ന് പറഞ്ഞാൽ അവിടെ എത്തി നിന്ന് സല്യൂട്ട് അടിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ. അത്ര ഗംഭീര ആനയാണ്. അപ്പോൾ അങ്ങനെ കാണാൻ വരുന്ന ആളുകളുണ്ട്. എത്ര പൂരം കണ്ടാലും എത്ര തവണ കണ്ടാലും, അത് അണിഞ്ഞൊരുങ്ങിയാണെങ്കിലും അല്ലെങ്കിലും വെറുതെ പട്ടതിന്ന് നിൽക്കുന്നതാണെങ്കിലും കാണാനെത്തുന്ന ആളുകളെ കൊണ്ട് സമ്പന്നമാണ് അവരുടെ ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് പൂരത്തിന്റെ നഗരിയിൽ സർവാഭരണ വിഭൂഷിതരായി തിടമ്പേറ്റി നിൽക്കുന്നത് കാണാനുള്ള സാഹചര്യം ആരെങ്കിലും ഒഴിവാക്കുമോ എന്നുള്ളതാണ്. ഇതാ കാണുന്നില്ലേ ആ ചന്തം ചമയം ഒക്കെ നമ്മുടെ മുന്നിലേക്ക്. ഈ കാഴ്ചകൾ തന്നെയാണ് പൂരം, ഈ കാഴ്ചകൾ തന്നെയാണ് പൂരത്തിന്റെ ഏറ്റവും ഭംഗി.